ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം. മോശയ്ക്കും അഹ്റോനുമെതിരായി ലേവി ഗോത്രക്കാരനായ കോരഹും രൂബേൻ ഗോത്രത്തിൽ നിന്ന് ദാദാൻ, അബീദാം, ഓൻ എന്നിങ്ങനെ 4 പേര് മത്സരിക്കുന്നതായ കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ലേവി ഗോത്രം പുരോഹിത ഗോത്രം തന്നെയാണ്. ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ പുരോഹിതനടുത്തതായ കാര്യങ്ങൾ ചെയ്യുവാനോ യാഗം അർപ്പിക്കുവാനോ ധൂപം അർപ്പിക്കാനോ അവർക്ക് അവകാശമില്ല. എന്നാൽ ഇവരെ ഈ 4 പേര് വന്ന് മോശയോട് ചോദിക്കുന്നു, ദൈവം ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നവനാണ്, ജനം മുഴുവൻ വിശുദ്ധരാണ്. അപ്പം നീ മാത്രം, അല്ലെ നീയും അഹ്റോനും കൂടി മാത്രം അതിന് നേതാക്കന്മാരാകുന്നത് എന്തിനാണ്? നിങ്ങൾ ചെയ്യുന്നതുപോലെയുള്ള ശുശ്രൂഷ ഞങ്ങൾക്കും ചെയ്യാം. കാരണം ഞങ്ങളും ദൈവത്തിന്റെ ജനമാണ്, ദൈവം ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നവനാണ്. നിങ്ങൾ മാത്രം നേതാക്കന്മാരാകുന്നത് എന്തിനെന്ന് പറഞ്ഞ് അതിനെതിരായി അവിടെ പിറുപിറുക്കുകയാണ്. അപ്പം മോശ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, ഇത് പുരോഹിത ശുശ്രൂഷയാണ്, നിങ്ങളത് കൈകെടുത്തരുതെന്നൊക്കെ പറഞ്ഞിട്ടും അവരത് കേൾക്കുന്നില്ല. മോശയുടെ സഹോദരി മിരിയാമിന് മോശയോടുള്ള എതിർപ്പ് മുഖാന്തരം കുഷ്ഠരോഗം വന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ്. അതിൽ നിന്ന് അവർ പാഠം പഠിക്കേണ്ടതായിരുന്നു. ബുദ്ധിമാന്മാരായ ആളുകൾ അനുഭവത്തിൽ നിന്ന് പാഠങ്ങളെ പഠിക്കും, അല്ലാത്തവർ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവർ അതൊന്നും കൊണ്ടൊന്നും പാഠം പഠിക്കാതെ വീണ്ടും അവർ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. അതിന്റെ പരിണതഫലമായി അവരിനി നശിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണും. വിശ്വാസ മുഖാന്തരം എടുക്കപ്പെട്ട 2 പേരാണ് ഏലിയാവും ഹാനോക്കും. എന്നാൽ വിശ്വാസവും മത്സരം മൂലം നശിക്കാൻ പോകുന്ന ചില ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പുസ്തകത്തിൽ വായിക്കാനായിട്ട് പോകുന്നത്. അവരാദ്യം 4 പേരായിരുന്നു. എന്നാൽ പിന്നീട് മോശ അവരെ വിളിക്കുന്ന സമയത്ത് അതിൽ ഓൻ എന്ന് പറയുന്ന ആള് അതിൽ നിന്ന് അങ്ങ് പിന്മാറി. ബാക്കി 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ദാദാവും അബീരാമും കോരഹും. അതിൽ ദാദാവിനെയും അബീദാവിനെയും വേറെ വിളിച്ച് അവരോട് സംസാരിക്കാൻ മോശ അവിടെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരും അവരുടെ ഹൃദയം അവിടെ കഠിനമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ മോശ പറഞ്ഞു, എല്ലാവരും ധൂപകലശവുമായി ദേവാലയത്തിൽ വരിക, ദൈവം എന്താ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അവരങ്ങനെ വന്നു. മോശ മറ്റു ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവരെ വിട്ട് മാറണം, ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ നിന്ന് മാറി. അവസാനം നമ്മൾ വായിക്കുന്നു, ഭൂമി പിളർന്ന് ഇവരെ മുഴുവൻ അവിടെ വിഴുങ്ങിക്കളയുകയാണ്. അപ്പോൾ അവര് അതിൽ നിന്ന് കോരഹിന്റെ പുത്രന്മാർ രക്ഷപ്പെട്ടതായി 26-ാം അധ്യായം 11-ാം വാക്യം വരുമ്പോൾ നമ്മൾ കാണും. ഇത് കോരഹ ഇവിടെ നശിച്ചു പോയെങ്കിലും കോരഹിന്റെ പുത്രന്മാർ അവിടെ രക്ഷപ്പെട്ടു. കാരണം അവര് ഇതിന്റെ കൂടെ കൂടിക്കാണില്ല. അതുകൊണ്ടാണ് കോരഹ പുത്രന്മാർക്ക് പിന്നീട് സങ്കീർത്തനം എഴുതാൻ സാധിച്ചത്. സങ്കീർത്തനം 42 മുതൽ 49 വരെയുള്ള സങ്കീർത്തനങ്ങളും 80-ാം സങ്കീർത്തനവും ഒക്കെ കോരഹപുത്രന്മാർ എഴുതിയതായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ 46-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങളിൽ പറയുന്നതാണല്ലോ, ഭൂമി മാറിപ്പോകുന്നതിനെ കുറിച്ചും പർവ്വതങ്ങൾ ഇടിഞ്ഞു താഴുന്നതിനെ കുറിച്ചും ഒക്കെ അവരോട് പരാമർശിക്കുന്നുണ്ട്. അവരുടെ പിതാവിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നിന്നാവാം അവർക്കിത് അങ്ങനെ ഒരു സങ്കീർത്തനം പിൽക്കാലത്ത് പാടാൻ സാധിച്ചത്. ഒരേ അപ്പന്റെ മക്കളാണെങ്കിലും അപ്പൻ ആ നാശത്തിലേക്ക് പോയപ്പോൾ മക്കൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന അനുഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. 84-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. തീർച്ചയായും അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കാം അവർ സങ്കീർത്തനം എഴുതിയത്. സങ്കീർത്തനങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങളാണല്ലോ.
ഇവിടെ ആ മത്സരിച്ചതായ ജനം മുഴുവൻ അവിടെ നശിച്ചു പോകുന്നു. വിശ്വാസത്തോടെ മാറി നിൽക്കുന്നവരൊക്കെ അവിടെ രക്ഷ പ്രാപിക്കുകയാണ്. അതിനുശേഷം 36 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു. കോരഹും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചതായ ധൂപകലശം അഹ്റോന്റെ പുത്രനായ ഏലിയാസാർ വന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം അതെടുത്ത് അത് അടിച്ചു പരത്തി അത് ബലിപീഠത്തിന് ഒരു ആവരണമായിട്ട് മാറ്റുകയാണ്. കാരണം ആ ധൂപകലശം വിശുദ്ധമാണ്. അതിന് യോഗ്യതയില്ലാത്തവർ അത് ഉപയോഗിച്ചുവെങ്കിലും ആ ധൂപകലശം നേരത്തെ തന്നെ ശുദ്ധീകരിച്ചതാണ്. മോശ തൈലം പൂശി അത് ദൈവനാമത്തിൽ വിശുദ്ധീകരിച്ചതായതുകൊണ്ട് അത് കളയാനാവില്ല. അത് അടിച്ചു വരുത്തി ആ ബലിപീഠത്തിന് ആവരണമായിട്ട് അവിടെ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ഈ വേദഭാഗത്ത് മനസ്സിലാവേണ്ടത് ദൈവസന്നിധിയിലുള്ള വിശ്വാസവും മത്സരവും നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ദൈവസന്നിധിയിലുള്ള നമ്മുടെ വിശ്വാസവും നമ്മുടെ സമർപ്പണവുമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിനെതിരായി നമ്മൾ സംസാരിക്കാതിരിക്കുക. ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ ഭാഗത്ത് വീഴ്ചകളുണ്ടാവാം. അവരെ നമുക്ക് ചോദിക്കുന്നതിന് ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ അവർ മുഖാന്തരം അവരുടെ പേര് പറഞ്ഞ ദൈവത്തെ നമ്മൾ ഒരിക്കലും ദുഷിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് കൽപ്പനകളിലും ദൈവം പറഞ്ഞല്ലോ, ദൈവനാമം വൃഥാ എടുക്കരുതെന്ന്. അതുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തെയും ദൈവികമായതിനെയും സമീപിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. ദൈവവചനത്തിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. അതനുസരിച്ച് ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തണം. അതിന് ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.